എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിമിഷ ബിജുവും ഷെഫീന ബീവിയും തമ്മിൽ ഒരു ലൈവിൽ നടന്നൊരു സംസാരത്തിൻ്റെതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഷെഫീന ബീവിയും അതുപോലെ തന്നെ രേണു സുധിയും തമ്മിലൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഹനാനുമായിട്ട് സംബന്ധിക്കുന്ന ഹനാൻ്റെ ചില വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായതാണ്. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട്, അതായത് ഈ പുള്ളിക്കാരത്തിയുടെ ആ ഒരു പ്രഗ്നൻസി അബോർട്ട് ആ ഒരു കേസ് കെട്ടുമായിട്ട് സംബന്ധിക്കുന്ന ആ ഒരു വിഷയത്തിൽ ഈ പറയുന്ന എല്ലാവരും റിയാക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഷെഫീന ബീവിയും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയായിട്ട് രേണു സുധി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം 1-2 വീഡിയോകളിൽ അവിടെ ആയിട്ട് വന്നിട്ട് ഷെഫീന ബീവിയെ പരാമർശിച്ചിട്ടുകൊണ്ട് സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു സമയത്തൊക്കെ ആദ്യമൊക്കെ ഈ പറയുന്ന ഷെഫീന ബീബി മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവർ മറുപടി കൊടുക്കാൻ തയ്യാറായില്ല. നിമിഷ ബിജുവിനെ കൂടി കൂട്ടുപിടിച്ചിട്ടാണ് നമ്മുടെ ഷെഫീന ബീബി ഇത്തവണ വന്നിരിക്കുന്നത്. എന്തായാലും ആദ്യം നമുക്ക് നിമിഷ ബിജുവിന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ട് വരാം. എനിക്ക് കരഞ്ഞിട്ട് കണ്ണീര് പോലും പൊളിക്കൊന്നും പോകുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. എന്നും രാവിലെ എഴുന്നേറ്റ് ഞാൻ കരയും, ഭയങ്കരമായിട്ട് കരയും. കാരണം രേണുവിന്റെ ആ ഒരു വളർച്ച കണ്ടിട്ടേ ഞാൻ ഇല്ലാണ്ടായി പോയിരിക്കുക. എനിക്ക് കരഞ്ഞിട്ട് കണ്ണീര് പോലും പോയിരുന്നില്ല, കരഞ്ഞു തീർന്നിട്ടേ അല്ലാണ്ട് ഭയങ്കര കടുപ്പ് തന്നെ. എനിക്ക് ഭയങ്കര കുശുമ്പ് മൂത്ത് മുരടിച്ചങ്ങ് ഇരിക്കുക. എവിടെ വരുന്നുണ്ട് ചേച്ചിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട് മൈ ഫാമിലിയുടെ ഷെഫിനത്താതിരിക്കുന്നത്. രേണുവിടെ വളർച്ച കണ്ടിട്ട് എനിക്ക് അസൂയയും കുശുമ്പും മൂത്തിട്ട് ഞാൻ ഇരിക്കുവാണ്. എന്താ ചെയ്യും, എന്നെക്കൊണ്ട് പല കാര്യങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല പിന്നെ ഓടേണ്ടി വരും ആരാണെങ്കിലും. എന്തിനാണ് എനിക്കെതിരെ നിൽക്കാത്തല്ലേ? എനിക്ക് വേണ്ടി എന്താണ് സംസാരിക്കാത്തേ? അതുകൊണ്ട് മിണ്ടാതെ നീ വെക്കോ. നീയൊക്കെ പൂവിട്ട് പൂജിക്കോ, വളർത്തോ, കെട്ടിപ്പിടിക്കോ, വെക്കോ, അതൊക്കെ നിന്റെ ഇഷ്ടം. ആ പേരും പറഞ്ഞിട്ട് എന്റെ ലൈഫിലേക്ക് വരാൻ നിൽക്കണ്ട, കേട്ടല്ല? എനിക്ക് എന്റേതായ കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. ഞാൻ ഒരാളുടെ കാൽച്ചോട്ടിൽ ഒരാളെ ഞാൻ തന്തേ തല്ലാനും പോയിട്ടില്ല, ഒരാളുടെ കുറ്റത്തിന് ഞാൻ പോയിട്ടില്ല. എനിക്ക് തന്ന ഒരാളുടെ പേരും പറഞ്ഞ് ഞാൻ ആരെയും തെളിവിക്കാനും പോയിട്ടില്ല. ഞാൻ നല്ലപോലെ പണിയെടുത്തത് നല്ലപോലെ ഈ വായിലെ നാക്കും വെച്ചുകൊണ്ട് എന്റെ കഴിവ് നോക്കി ഞാൻ നല്ലപോലെ എന്റെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത്, കേട്ടല്ല? ഒന്നും പറയാൻ പോകണ്ട. അവർക്ക് ഇപ്പോൾ റീച്ചാണ് ലക്ഷ്യം എന്ന് പറയുന്നു. അതെ, വല്ലാത്ത വളർച്ചയാണ്. അയ്യോ, വല്ലാത്ത എന്റെ പൊന്നു ചേച്ചി എന്ന് പറയുന്നത് ഞാനൊന്നും പറയുന്നില്ല. അലിക്ക ഹായ്, ഞാൻ പറഞ്ഞാലേ കൂടുതലായി പോകും. പിന്നെ അത് മതി, പിന്നെ എല്ലാ കൂടെ എന്റെ നെഞ്ചത്തേക്ക് കയറി. കാലിന് വേദന കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കാൻ പറ്റത്തില്ലക്ക, വേദനയുണ്ട്. അപ്പോൾ ഈ നിമിഷ ബിജുവും ഈ രേണു സുധിയും തമ്മിൽ അത്യാവശ്യം ഭയങ്കരമായിട്ടല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ സൗഹൃദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സുധി ജീവിച്ചിരുന്ന സമയത്ത് നിമിഷയുമായിട്ട് കുറച്ചുകൂടി സുധിയുമായിട്ട് നല്ല കൂട്ടായിരുന്നു. ഇവർ പൈസയൊക്കെ വായ്പയ്ക്ക് ചോദിക്കുമായിരുന്നു. ഈ നിമിഷയോട് ഈ രേണു പൈസയൊക്കെ വായ്പയ്ക്ക് ചോദിക്കുമായിരുന്നു. ഇവർ കൊടുത്തിട്ടുമുണ്ട്, 1-2 വട്ടം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ മേടിച്ചത് കൊടുത്തിട്ടുണ്ട്, പിന്നീട് മേടിച്ചത് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനു മുമ്പ് നിമിഷ വീഡിയോസിലൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിമിഷ ഈ പറയുന്ന രേണുവിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നതിന് മുമ്പായിട്ട് ഇനി ഷെഫീന ബീഗം എന്ന് പറയുന്ന അവർക്ക് പറയാനുള്ള കാര്യം കൂടി കേൾക്കാം. അവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അവരത് പറഞ്ഞത്. അവർ പറഞ്ഞത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകുന്നത് എനിക്കാണ്, കാരണം ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചതുകൊണ്ട് എനിക്ക് കാര്യം അറിയാം. പക്ഷേ എൻ്റെ ഒരു ചോദ്യം രേണുവിൻ്റെ അടുത്താണ്. നിന്റെ ഇത്രയും അടുത്ത, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി നിൽക്കുന്ന നിന്റെ കൂട്ടുകാരികൾ തന്നെ നിന്നെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറയുമ്പോഴേ എനിക്ക് പ്രശ്നം, ഞാനോ അതിലോ ഒക്കെ പറയുമ്പോഴേ എനിക്ക് കടിക്കുന്നത്. എന്താ ഇവർക്കെതിരെ നിനക്കൊന്നും ചെയ്യാനില്ലേ? ഇനി നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന കമന്റാണ് കോമഡി കമന്റ്. കുറേ എണ്ണമുണ്ട് അന്തങ്ങൾ. അവരിപ്പോഴും ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്, അവരെങ്ങ് വിട്ടുവിടുന്നു. അവർ ജോലി ചെയ്ത് തന്നെ ജീവിക്കുന്നത്, ഒരു തർക്കവും ഇല്ല. അവരെ ഞങ്ങൾ വിട്ടു. അനാവശ്യമായി ആ വീടിന്റെ പേര് പ്രശ്നം വന്നപ്പോൾ ആ കാര്യം മാത്രമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അവരെന്തിനാണ് അനാവശ്യമായി എൻ്റെ ഹസ്ബൻഡിനെയും എന്നെയും പറഞ്ഞത്? അവർ പറഞ്ഞിട്ടല്ലേ എനിക്ക് തിരിച്ചു പറയേണ്ടി വരുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം റെലവൻ്റ് ആയ ഒരു ചോദ്യം, കേരള സമൂഹം ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ്. അത് ഒരുപാട് പേര് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ടാണ് അവർ പറഞ്ഞത്. സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഗ്യാങ് ഉണ്ട്. അവരെ വെച്ചങ്ങ് എഴുതി വിടലാണ്. കുറെ ഫേക്ക് ഐഡികൾ നിരന്തരം വന്ന് എഴുതി. കുറെ പെണ്ണുങ്ങൾക്കാണ് ഭ്രാന്ത്, ജോലി ചെയ്തല്ലേ ജീവിക്കുന്നതെന്ന്. ഇതേപോലെ ഒരു കളി കളിച്ചതാണ് പണ്ട് തനുജയുടെ വിഷയത്തിൽ. ഇപ്പൊ പെണ്ണ് ജോലി ചെയ്യുന്നുണ്ട്, നമുക്കൊന്നും പറയാനില്ല. മുമ്പ് അങ്ങനെയല്ലായിരുന്നു, എരന്ന് തിന്നും. അത് ഈ പറയുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എരന്നുണ്ടാക്കിയതാണ് ആ വീട്. എരന്ന് കിട്ടിയ മുതലിനെ കുറ്റം പറയാൻ ഇവർക്ക് അവകാശം ഇല്ല. ഈ ഒരു വഴക്കിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ ഒരു വീട് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സ്വന്തമായിട്ട് എൻ്റെ പേരിൽ ഭൂമിയോ വസ്തു ഒന്നുമില്ല, ഭൂമിയോ വീടോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ആയാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയാലും കുട്ടികളുടെ ഒന്നും പേരിൽ വീടുമില്ല, ഭൂമിയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നമുക്ക് ഒരു പോട്ടെ 5 സെൻറ്റ് വേണ്ട, 1 സെൻറ്റ് പുരയിടം തന്നു കഴിഞ്ഞാലും അത് നമ്മളുടെ സ്വന്തമല്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, ദയവ് കൊണ്ട് ഒരാൾ നമുക്ക് നൽകുന്നതാണ്. അത് കൈപ്പറ്റുന്ന നമുക്ക് അവരോട് നന്ദിയും കടപ്പാടും ഉണ്ടാവണം.
അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഇവിടെ പറയാനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 10 സെന്റ് പുരയിടം, അതും 25 ലക്ഷം രൂപ വില മതിക്കുന്ന പുരയിടം, അത്രയും നല്ല ഒരു സൈറ്റ് നോക്കി എഴുതി കൊടുത്ത ബിഷപ്പിനെതിരെ വിഷപ്പാമ്പ് എന്ന് വിളിച്ച വ്യക്തിയാണ് ഈ പറയുന്ന രേണുസുതി. രേണുസുതിയെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ് പറയുന്നത്, നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ കുറച്ച് വറ്റിങ്ങനെ നട്ടുച്ച സമയത്ത് ഇങ്ങനെ വീട്ടിന് പുറത്തേക്ക് എറിഞ്ഞു കഴിയുകയാണെങ്കിൽ ഒരു പറ്റം കാക്കകൾ വരും അത് കൊത്തിപ്പറിക്കാനായിട്ട്. അതുപോലെയാണ് രേണുസുതി എന്ന് പറയുന്ന ഒരു പേര് എവിടെയെങ്കിലും പരാമർശിച്ചു കഴിഞ്ഞാൽ കുറേ കമൻറ്റോളികൾ ഓടിപ്പാഞ്ഞ് വരും അവിടെ വന്നിട്ട് കമൻ്റ് ഇട്ട് അലക്കാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെയൊക്കെ മാസപ്പടിക്ക് വെച്ചിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒന്നുകിൽ കമൻ്റ് ഇടുന്ന അനുസരിച്ച് ഇത്ര രൂപ, ഒരു കമൻറ്റിന് 3 രൂപ വെച്ചൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും വന്ന് ധൈര്യമായിട്ടൊരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് 10-30 കമൻറ്റ് ഒരാൾ തന്നെ ഇടുന്നത്. അപ്പോൾ ഒരു 3 രൂപ വെച്ചായാലും ഒരു 10-30 കമൻറ്റ് ഇടുമ്പോൾ അത്യാവശ്യം ചായയും വടയും മേടിക്കാനുള്ള പൈസയെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇവരെ പറ്റിയിട്ട് ആര് പരാമർശിച്ചു കഴിഞ്ഞാലും അവിടെ ഇവർക്ക് എല്ലാവർക്കും വലിയ വേദനയാണ്. അപ്പോൾ ഈ പറയുന്ന ബിഷപ്പിനെ വിഷപ്പാമ്പ് എന്ന് ഒരു ഉളുപ്പും കൂടാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച വ്യക്തിയാണ് ഈ പറയുന്ന രേണു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ആ ഒരു വീട്ടിൽ താമസിച്ച സമയത്തിന് ആ ഒരു വീടിനൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ചെറിയ പ്രശ്നമൊന്നുമല്ല, അതിപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ആ ഒരു വീട് വെച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിറോസ് ആയിരുന്നു. ഫിറോസിൻ്റെ ആ ഒരു ഇതിലാണ് വെച്ചു കൊടുത്തത്. ആ ഒരു വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു വീട് ഒരു 2 വർഷം അടുപ്പിച്ചാവുന്നതേ ഉള്ളെങ്കിൽ പോലും ആ ഒരു വീടിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ രേണുവിനെ നമ്മൾ എത്ര വിമർശിച്ചു കഴിഞ്ഞാലും സത്യത്തിന് നേരെ മുഖം തിരിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ആ ഒരു വീടിന്റെ പല ഭാഗങ്ങളും ഈ ഒരു പുതിയ വീട്, അതും ഇത്രയും പുതിയ വീട്, ഒരു 2 വർഷം എന്നൊക്കെ പറയുന്നത് ഒരു പഴക്കവും ആവുന്നില്ല ആ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം. ആ 2 വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടിന്റെ അറ്റവും മൂലയൊക്കെ പൊടിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ആ ഒരു വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു വിഷയം പറയുമ്പോൾ പല ആളുകളും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, അവർക്ക് ദാനം കൊടുത്തതല്ലേ, അതിൻ്റെ മെയിൻ്റനൻസ് അവർക്ക് തന്നെ ചെയ്തൂടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ അത് ഇത്രയും വലിപ്പത്തിലുള്ള ഒരു വീട് വേണമെന്നില്ല. ചെറുതാണെങ്കിൽ പോലും അത് സ്ട്രോങ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും വീട് വെച്ച് കൊടുക്കുന്നു. അത്രയും പനഭണ്ഡാരമായിട്ടുള്ള ഒരു വലിയ വീട് വേണമെന്നില്ല. ഒരു ചെറിയ വീട് വെച്ച് കൊടുത്താലും ആ ഒരു വീട് സ്ട്രോങ് ആണെങ്കിൽ പിന്നീട് അതിൻ്റെ പുറകെ പണവും ചിലവാക്കിക്കൊണ്ട് ആരും നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫ്രീ ആയിട്ടാണെങ്കിൽ പോലും ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അത് വച്ച് കൊടുക്കുന്ന ആളിന് അത് അത്രത്തോളം ക്ലിയർ ആയിട്ട് വെച്ച് കൊടുക്കാനുള്ള സൗന്ദര്യം വേണ്ട വീടിന്. ആ ഉള്ളത് സ്ട്രോങ് ആയിട്ട് വെച്ച് കൊടുക്കാനുള്ള ഒരു മര്യാദ ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. അത് ഫിറോസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് തെറ്റ് തന്നെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീടിനെ സംബന്ധിക്കുന്ന കുറച്ച് പരാതികളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ തങ്കച്ചൻ എന്ന് പറയുന്ന ഈ രേണുവിൻ്റെ അച്ഛനാണെങ്കിൽ ആ ഒരു വീടിൻ്റെ അവിടെയൊക്കെ വിരലുകൊണ്ട് പറണ്ടി ചൊറണ്ടി ഇടുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെതിരെ അനുകൂലിച്ചും കൂടുതലും അനുകൂലിച്ചിട്ടൊന്നുമല്ല, പ്രതികൂലിച്ച് തന്നെയാണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ആര് പറഞ്ഞു കഴിഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ പോലും അതിന് നേരെ മുഖം തിരിച്ചു പിടിച്ച് സത്യത്തെ ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ? അതേ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാലും അവർ വിശ്വസിക്കത്തില്ല. അവർ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെതിരെ പലരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രതികരിച്ച് വന്നപ്പോഴത്തേക്കാണ് ഈ പറയുന്ന അതുലിനെതിരെ ഒരു കള്ള പരാതിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തത്. അങ്ങനെ ആദ്യം കൊടുത്ത പരാതി ഏക്കാതിരുന്നപ്പോൾ വീണ്ടും കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അതൊക്കെ ഈ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളൊക്കെ ഇവർക്കുള്ളൊക്കെ കാണുന്ന റിയാക്ഷൻ വീഡിയോകളൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അതൊക്കെ ഈ ഒരു ഷെഫീന ബീബി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് പിടിച്ച് നോക്കേണ്ട കാര്യമില്ല. നിനക്ക് ദാനം കിട്ടിയതല്ലേ, നിൻ്റെ അപ്പനോ അമ്മയോ വീട്ടുകാരോ ആരും കഷ്ടപ്പെട്ട് വെച്ച് തന്നതല്ല. അപ്പോൾ മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങി പോടി എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. പക്ഷേ ആ ഒരു വാക്കാണ് ഈ പുള്ളിക്കാരത്തേക്ക് കയറി കൊണ്ടത്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നതല്ല, നിങ്ങൾ എനിക്ക് വെച്ച് തന്നതല്ല, അപ്പോൾ എന്നെ ഇറങ്ങി പോടി എന്ന് വിളിക്കേണ്ട കാര്യം എന്താണ് എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. കാരണം ഇത് പിന്നീട് ചർച്ചയായതിന് പിന്നിലുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ രേണുസുതി വിവാഹം കഴിക്കാൻ പോകുന്നു, 2 വർഷത്തിനകത്ത് അവരുടെ വിവാഹം കാണും എന്നിവരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീടങ്ങ് ഒഴിഞ്ഞു കൊടുക്കണം,
അപ്പോൾ അത് അർഹതപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും ശരിയാണെന്ന് ഞാൻ പറയത്തില്ല, തെറ്റായിട്ടുള്ള ഒരു പറച്ചിലായിപ്പോയി അത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആവശ്യപ്പെട്ടിട്ടല്ല, നിങ്ങൾ എനിക്ക് വീട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടല്ല അത് വെച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇത്തരത്തിലൊരു വർത്തമാനം പറഞ്ഞത് ശരിയായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ആ ഒരു വീട് കൊടുത്തിരിക്കുന്നത് സുധിയുടെ 2 മക്കൾക്കാണ്, ഇവരുടെ പേർക്കല്ല കൊടുത്തിരിക്കുന്നത്. ആ ഒരു വീടിൻ്റെ കംപ്ലൈൻറ്റ് ഇവർ പറഞ്ഞ സമയത്തും യൂട്യൂബേഴ്സ് ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു വീട് ഈ പറയുന്ന കിച്ചുവിനും ഋതപ്പനും വേണ്ടി കൊടുത്തതാണ്. ഈ പറയുന്ന തങ്കച്ചനും രേണുവിനും ബാക്കിയുള്ള ആളുകൾക്കൊന്നും അവിടെ ഒരു കാര്യവുമില്ല അഭിപ്രായം പറയുന്നെങ്കിൽ ഋതപ്പൻ ചെറുതായതുകൊണ്ട് കിച്ചു പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ആളുകൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ച ഒരു വിഷയം പിന്നീട് രേണു കല്യാണം കഴിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പൊടുന്നനെ പ്ലേറ്റ് മാറ്റിയിട്ട് വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വീട് തിരിച്ചു കൊടുക്കണം, അത് മറ്റാർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അതെന്ത് തരം ഇരട്ടത്താപ്പാണ് എന്ന് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അതൊരു വളരെ മോശമായിട്ടുള്ള ഒരു വാക്കായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയത്. കാരണം അവരുടെ കുട്ടികൾ നല്ല അവർ പ്രസവിച്ച ഒരു കുട്ടിയാണുള്ളത്, അത് 5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, ചെറിയ കുട്ടിയാണ്. ഇവർക്ക് 32, 33, 34 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവർ ഒരുപാട് കാലം ഇനിയും ജീവിച്ചിരിക്കണം. അവർ വിവാഹം കഴിക്കുന്നതിൽ ഇവിടെ ആർക്കാണ് പരാതി? ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യമാണ് അവർ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും, ഒരൊറ്റ മനുഷ്യർക്കും ഒരു അധികാരവുമില്ല. അത് അവരുടേതായിട്ടുള്ള മാത്രം തീരുമാനമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നമ്മൾ ഒരിക്കലും അനുകൂലിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ രേണു വന്നിട്ട് പുള്ളിക്കാരത്തി വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെതല്ല വീട്, ഈ പറയുന്ന 2 കുട്ടികൾക്ക്, സുധിയുടെ 2 കുട്ടികൾക്ക് കൊടുത്ത വീടാണ്, എൻ്റെ വീടല്ല. അപ്പോൾ എന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയേണ്ട കാര്യം എന്താണ്? ഞാൻ അവിടെ നിന്ന് എന്തിനിറങ്ങിപ്പോകണം? അല്ലെങ്കിൽ പോലും ഞാൻ ആ വീട്ടിൽ താമസിക്കാറില്ല, കൂടുതലും റീൽസും സംഭവങ്ങളും ഒക്കെ ആയിട്ട് പുറത്തായിരിക്കും. പിന്നെ 5 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരത്തിയുടെ അപ്പനും അമ്മയും അവിടെ നിൽക്കുന്നു. പിന്നെ മൂത്ത കുട്ടി കൊല്ലത്തുള്ള അവൻ്റെ അച്ഛൻ്റെ ആളുകളുടെ അടുത്താണ് നിൽക്കുന്നത് എന്നാണ് ഈ പുള്ളിക്കാരത്തി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ പുള്ളിക്കാരത്തിയെ തീർത്തും കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ആ ഒരു വാക്കിൻ്റെ ആവശ്യം ഫിറോസിന് ആവശ്യമേ ഇല്ലായിരുന്നു. കാരണം അവർ വിവാഹം കഴിച്ചാൽ ഇയാൾക്ക് എന്താണ് പ്രശ്നം? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ആരുടെ പക്ഷം എന്ന് വെച്ചാൽ ഞാനിവിടെ ആരുടെയും പക്ഷമല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഇതിനെതിരെയാണ് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രേണുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രേണു എന്തും പറയും, ആരുമായിട്ടൊരു റെസ്പെക്റ്റ് ഇല്ല, ആരോടും ഒരു ബഹുമാനമില്ല, ആരെയും എന്തും പറയും. ഈ രേണുവിൻ്റെ വാലായിട്ട് കുറേ കീറാമുട്ടികളായിട്ടുള്ള കുറേ യൂട്യൂബേഴ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവർക്ക് കൂടുതലും ഇവരെ ദോഷം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അനാവശ്യമായിട്ട് ഇവരുടെ പിറകെ നടക്കുന്ന യൂട്യൂബേഴ്സ് തന്നെയാണ് ഇവരെ മറ്റുള്ളവരെ കൊണ്ട് കൂടുതലും ഇവരെ നെഗറ്റീവ് അടുപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിവർ മനസ്സിലാക്കത്തില്ല. ഇവർക്ക് അതൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ ഇത് പറയുകയാണെങ്കിൽ അവർ വന്നിട്ട് വേണമെങ്കിൽ നമ്മളെ തെറി വിളിക്കും. അതാണ് അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അഹങ്കാരമാണെങ്കിൽ അഹങ്കാരത്തിന് കയ്യിലും കാലും വെച്ചൊരു ആളാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം പറഞ്ഞു വന്ന് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തി വന്നിട്ട് വീഡിയോയിൽ വന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഈ പറയുന്ന ഷെഫീന ബീവിയുടെ രക്തം തിളച്ചു. അപ്പോൾ അവരതിന് നല്ല മറുപടി കൊടുത്തു. ആ ഒരു മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരത്തി വന്നിട്ട് ഷെഫീന ബീവി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറിനെതിരെ നല്ല രീതിയിൽ കൊടുത്തപ്പോൾ അവരും തിരിച്ചതുപോലെ പ്രതികരിച്ചു. അങ്ങനെ ആ ഒരു പ്രതികരണം ഒടുവിലെത്തിയത് ഈ ബിജുവും ഈ പറയുന്ന ഷെഫീന ബീഗവും തമ്മിലുള്ള പ്രശ്നം ഇവിടെ വന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ രേണുസുതിക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്നിട്ട് നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്ന കുറച്ച് അധികം ഈഡിസ് കൊതുകുകളുണ്ട് ഇവിടെ. അപ്പോൾ ആ കൊതുകുകളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ തൽക്കാലം നിങ്ങളുടെ കടി കൊള്ളാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല ഒന്നാന്തര കൊതുകുതിരി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 2-3 എണ്ണം കത്തിച്ച് ഞാനങ്ങ് വെക്കും. പിന്നെ നിങ്ങൾ ഈ പരിസരത്ത് നിൽക്കത്തില്ല. നിങ്ങൾ ഈ പരിസരം പോയിട്ട് നിങ്ങൾ അയലത്തെ വീടും കഴിഞ്ഞ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും. അത്രയ്ക്കാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടും പറയുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈപ്പ് ഉണ്ടാകുന്ന നോക്കണം. ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി കൊടുത്തേക്കണം. ഹൈപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ? ഞാൻ ഒരുപാട് വീഡിയോയിൽ ഹൈപ്പ് എന്ന് പറഞ്ഞു. ഞാൻ ഹൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ ഹൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു ചെറിയൊരു ചിഹ്നമുണ്ട്. അതിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് പോയിന്റും കാണിക്കും. അപ്പോൾ അതാണ് ഹൈപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.